തിരുവനന്തപുരം പടിഞ്ഞാറ്റുമുറി ദേവകി 62 അന്തരിച്ചു. ഓ അടിപൊളി. ഈ ചെറു പ്രായത്തിൽ തന്നെ പാവം. ഇനി എത്ര ജീവിക്കാൻ കിടക്കണം? നിന്റെയൊക്കെ വിചാരത്തിൽ എന്റെ ഫോട്ടോ വരണമെന്നല്ലേ? തൽക്കാലം ഉണ്ടാവില്ലടാ. ചേട്ടാ ഉച്ചക്ക് ഊണ് കഴിക്കാനേ കുറച്ച് നേരത്തെ കാലത്തേക്ക് വരണം. അതല്ല, കുറച്ച് നേരത്തെ വരണം. അതെന്താടാ? അത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ ഭർത്താവിനോട് നേരത്തിന് ഊണ് കഴിക്കാൻ ഭാര്യ വിളിക്കുള്ളൂ. പറഞ്ഞു കൊടുക്കാം മാവ. എപ്പൊ നോക്കിയാലും ഇങ്ങനെ കളിയാക്കരുത് കേട്ടാ. എന്ത് തമാശ? സ്നേഹം എന്താന്ന് അറിയണോടാ? എന്നെ കണ്ടുപഠിക്ക്. നേരത്തിനും കാലത്ത് ഒരു ചായ തരാനും പോലും ആളില്ലാതെ വിഷമിക്കണത് എനിക്കറിയും. ഹലോ, എന്ത് ആദ്യം നല്ല വാർത്ത തന്നെ വായിക്കുക. ആളുകൾ മരിച്ചു, അതാണ് സെന്റിമെന്റ്സ് ആവുന്നത്. കളിയാക്കല പണിയാണ്. പോട്ടാ നിക്കടാ. പാസിൽ വരട്ടെ? പാസിൽ വരില്ല. അതെന്താ? അനുരഞ്ജന ചർച്ചയ്ക്ക് പോയിരിക്കും. എവിടെ? കളക്ടറേറ്റിലോ സെക്രട്ടേറിയറ്റിലോ? രണ്ടിടത്തല്ല, എന്റെ ഭാര്യ വീട്ടില്. എന്താ പ്രശ്നം? കഴിഞ്ഞ ദിവസം അവൻ ബിരിയാണി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഒരു പൊതി ഉമ്മാക്ക്, ഒരു പൊതി ബീവിക്ക്. പിന്നെന്താടാ പ്രശ്നം? ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് കൊടുന്നില്ലല്ലോ, രണ്ടാൾക്കും കൊടുന്നില്ലേ? പ്രശ്നം വരാൻ പോകുന്നേ ഉള്ളൂ. 2 പൊതി ഉണ്ടേ, ഒരെണ്ണം ഉമ്മയ്ക്ക്, ഒരെണ്ണം ബീവിക്ക്. അപ്പൊ ബീവിക്ക് കിട്ടിയ പൊതിക്കകത്ത് കോഴിക്കാല് കിട്ടി. ഉമ്മയ്ക്ക് കിട്ടിയ പൊതിക്കകത്ത് കോഴിക്കാലും ഇല്ല, ഒരു പീസ് കുറവും. അയ്യോ, പിന്നെ പ്രശ്നം അവന്റെ ഒരു കഷ്ടകാലേ. അതെ, ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. നീ എന്താടാ ഈ പറയണത്? വീട്ടിലേക്ക് 2 ബിരിയാണി മേടിച്ചു കൊണ്ടുവരുമ്പോ അത് തുറന്നു നോക്കാൻ പറ്റുമോ? ചിലതിലെ കഴുത്താവും, ചിലതിലെ കാലാവും. അമ്മാവാ, മാങ്ങാന്ന് പറയുമ്പോ തേങ്ങാന്ന് പറയരുത് കേട്ടോ. തേങ്ങ മേടിക്കണ്ടടി. നീ അങ്ങ് നടിക്കല്ലേ, വലിയ നടനാവല്ലേ? നീ ഇപ്പൊ കളിക്കുന്നത് തീവടാണ്. അയ്യോ ആളിയാ, ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ലാൻഡ്മാൻ ആണ് ഞാൻ. കറണ്ടിനോടാണ് കളിക്കുന്നത്. കറണ്ട് കളിക്കുമ്പോഴല്ലേ ഇത് കുറച്ചുകൂടെ അങ്ങ് പൊള്ളും കേട്ടോ. നിർത്ത്. ഇന്നിപ്പോ എന്താ എന്റെ പ്രശ്നം? അമ്മാവാ, ഇവൻ കാണിച്ചെന്താന്നറിയാമോ? ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ ഫീസ് ഊരിക്കുന്നു. അതെന്ത് പണിയാടാ നീ കാണിച്ചു? എടാ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ ഫീസ് ഊരാൻ? അത് എന്റെ ജോലിയുടെ ഭാഗമാണ്. എന്റെ ജോലിയുടെ ഭാഗമാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ഫീസ് കൊണ്ട് കുത്തിയില്ലെങ്കിൽ നിനക്ക് പൊള്ളും കണക. 6 മണിക്ക് മുമ്പേ കൊണ്ട് ക്യാഷ് അടച്ചാൽ ഞങ്ങളുടെ ഫീസ് കുത്താം. അത് ശരി. അപ്പൊ കാശ് അടക്കാഞ്ഞിട്ടാണ് ജോലി ചെയ്തല്ലടാ. അമ്മാവാ, ഇത് പാർട്ടി ഓഫീസാണ്. ഇത് കണ്ട, ഈ ലിസ്റ്റ് കണ്ട, ഇത്രയും സ്ഥലത്ത് ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് ഇന്ന് പോയി ഫീസ് വരാനുള്ള സ്ഥലങ്ങളാണ്. നീ അതൊക്കെ ഊരിക്കോ, പക്ഷെ പാർട്ടി ഓഫീസിനോട് കളിക്കണം നല്ലതല്ല. നീ 6 മണിക്ക് മുമ്പ് ഫീസ് കുത്തിയിരിക്കണം. അളിയ 6 മണിക്ക് മുമ്പ് കൊണ്ട് ക്യാഷ് അടയ്ക്കണം. അപ്പൊ ഞാൻ ഫീസ് കൊണ്ട് തിരിച്ചു കുത്തും. ക്യാഷ് അടച്ചില്ലെങ്കിൽ നീ ഫീസ് കുത്തൂല. നീ നോക്കിക്കോ കണ, ഈ മാസത്തെ എന്റെ വീട്ടിലെ കറണ്ട് ബില്ല് ഞാൻ അടക്കില്ല. നീ എന്റെ ഫീസ് ഒന്ന് ഊരടാ, കാണട്ടെ. നീ എന്റെ ഫീസ് ഊരടാ, കാണട്ടെ. നീ ആദ്യം കഴിഞ്ഞ മാസം ബില്ല് അടയ്ക്കും. അടച്ചിട്ടില്ല. കഴിഞ്ഞ മാസം ഞാൻ മനഃപൂർവ്വം അടയ്ക്കാതെയാണ്. നീ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയണമല്ലോ. ഞാൻ നോക്കിയിരിക്കരുത്. നീ ഊരി നോക്കടാ എന്റെ ഫീസ്. കഴിഞ്ഞ മാസം ഞാൻ ഊരാത്തതിനൊരു കാരണമുണ്ട്. കാരണം വേറൊന്നുമല്ല മാവാ, ഇവന് പേടി. എന്നെ എന്റെ പാർട്ടിയും പേടിയാ. എടാ, നിന്റെ പാർട്ടിയും പേടിച്ചിട്ടല്ല. പിന്നെ നിന്റെ വീട്ടിൽ സകല കാര്യം ഇവിടെ നടക്കുള്ളൂ. പിന്നെ അരപ്പ്, ടേപ്പ് എല്ലാം ഇവിടെ നടക്കുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഞാൻ അടച്ച ബില്ല്. നീ ഒരു കാര്യം, നീ എന്റെ ഫീസ് ഊരി പ്രാവശ്യം അത് കാണട്ടെ. എന്ത് കാണാൻ തരുന്നത്? കാണോടാ, നീ ഊരാൻ വന്നു നോക്കടാ. ഈ മാസത്തെ ബില്ല് നീ അടച്ചില്ലെങ്കിൽ ഞാൻ ഊരിയിരിക്കും. നീ ഞൊട്ടും. കളിച്ചുണ്ടല്ലോ ഇവൻ. കളി അപകടമാണിത്. മര്യാദക്ക് ഓഫീസിലെ പൈസ കൊണ്ട് അടച്ചാ നിന്റെ പാർട്ടി ഓഫീസിൽ ഞാൻ ഫീസ് വയ്ക്കും. അങ്ങനെ വേണ്ട, ഞങ്ങൾ കാശ് അടയ്ക്കാതെ കറണ്ട് വരുന്നത് ഞങ്ങൾക്ക് അറിയാടാ. പാർട്ടിക്കാരാണ്, പറഞ്ഞ് മനസ്സിലായിക്കോളാം ഇവന്. 3, 4, 7 പേരുണ്ട്. നീ പോടാ അവിടെ. അത് മതിയടാ, ഒരെണ്ണം മതിയടാ. ഞങ്ങൾ ഒരെണ്ണം. നീ കഴിഞ്ഞ മാസത്തെ ബില്ല് അടച്ചതിന്റെ കാര്യം അറിയാലോ. കഴിഞ്ഞ മാസത്തെ കറണ്ടിന്റെ പൈസ അടച്ചതേ നീ കരഞ്ഞ് കാലി പിടിച്ചിട്ടാ. ഈ മാസം അവന്റെ കാശുണ്ടാവില്ല അടക്കാൻ. അതുകൊണ്ട് കാട്ടിക്കൂട്ടണ ഓരോന്ന്. ഈ മാസം വരട്ടെ. നീ അടച്ചോ, അനുഭവിച്ചോ. നേരത്തെ വരണേ. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഇറങ്ങാൻ നേരത്തെ ചിരിച്ച മുഖമായിട്ടിരിക്കണം. അല്ലെ മോന്റെ മനസ്സിറങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എടി, അപ്പൊ ചിരിച്ചു കാണിച്ചു കൊടുക്ക്. മതിയാ, കൂടുതൽ ചിരിക്കല്ലേ. ആ പത്രത്തിൽ പടം വരും. എടി, അവൻ പറഞ്ഞ പോലെ ഒന്ന് ചിരിച്ചു കാണിച്ച എന്താ കുഴപ്പം? ചിരിക്കാനേ എനിക്കിപ്പം മനസ്സില്ലായിരുന്നു. വലിയ സാധനം.